ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പഠിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റെക്കോർഡ്സ് മാനേജ്മെന്റ്. റെക്കോർഡ്സ് എങ്ങനെ മാനേജ് ചെയ്യണം, അതിനു മുമ്പ് നമുക്ക് എന്തറിയണം, റെക്കോർഡ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്രീഫ് ചെയ്യാം, എന്നിട്ട് റെക്കോർഡ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. അതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നോക്കാം. സിമ്പിളാണ്. റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മളെ കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കാം, ഒരുപാട് കാര്യങ്ങൾ നടക്കും, ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കാം. ഇതിൻ്റെയൊക്കെ പ്രൂഫാണ്. നമ്മളൊരു സെയിൽ നടത്തിയാൽ അവിടെ ഇൻവോയ്സ് വരും. ഓക്കെ, നമ്മളിപ്പം ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ബില്ലുണ്ടായിരിക്കും. അപ്പം ആ രീതിയിൽ എന്താണോ ഒരു ട്രാൻസാക്ഷൻ നടന്നത് അതിൻ്റെ പ്രൂഫിനെയാണ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇത് പ്രോപ്പർലി നമ്മൾ മാനേജ് ചെയ്ത് പോകണം. എപ്പോഴാണ് ഇത് കളയേണ്ടത്? ഒരു ബില്ല് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കളയാൻ പാടില്ല, റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞ് കളയാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം, എത്ര കാലം, എന്തിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. റെക്കോർഡ്സ് മാനേജ്മെന്റ് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. എവരി ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ് എ റെക്കോർഡ്സ് മാനേജ്മെന്റ് പോളിസി. റെക്കോർഡ്സ് മാനേജ്മെന്റ് പോളിസി എല്ലാ ഓർഗനൈസേഷനും നിർബന്ധമാണ്. അവരുടെ പോളിസി അനുസരിച്ച് വർക്ക് ചെയ്യണം. അത് മാത്രം പോരാ, എക്സ്പ്ലെയിനിങ് ഹൗ റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻഡ്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, എങ്ങനെ റിട്രീവ് ചെയ്യണം, തിരിച്ചെടുക്കണം, എങ്ങനെ പെർസേർവ് ചെയ്യണം, എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ നശിപ്പിച്ച് കളയണം, എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സിന്റെ കാര്യത്തിൽ. റെക്കോർഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആ റെക്കോർഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ട ഫുൾ കാര്യങ്ങളും ഒരു പോളിസി ആയിട്ട് എല്ലാ ഓർഗനൈസേഷനും ഉണ്ടാവണം. ഓക്കെ അല്ലേ? അതിനെയാണ് റെക്കോർഡ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എ റെക്കോർഡ് ഇൻക്ലൂഡ്, അതൊരു പേപ്പർ ഡോക്യുമെന്റ് ആവാം, ഡേറ്റ റെക്കോർഡ്സ് ആയിരിക്കാം, സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റാസിന്റെ റെക്കോർഡ്സ് ആയിരിക്കും. അങ്ങനെ പല രീതിക്ക് നമുക്ക് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ പ്രോപ്പർലി നമ്മൾ മാനേജ് ചെയ്തിരിക്കണം. ഒരു പേപ്പറാണ്, വെറുതെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നശിച്ചു പോകും. അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രോപ്പർലി അത് മാനേജ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണ്ട എന്നുള്ള രീതിയിലുള്ള ഗൈഡ് ലൈൻസിനെയാണ് ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, റെക്കോർഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈവൻ നോൺ റെക്കോർഡ് ഡേറ്റ എക്സാമ്പിൾ ഡ്രാഫ്റ്റ് ഷുഡ് ബി ഗൈഡഡ് ബൈ ദ പോളിസി. നമ്മൾ റെക്കോർഡ്സ് അല്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഇതേപോലെ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ട് വരും. എന്തിനാണ് ഇത് വെക്കുന്നത്? ഫ്യൂച്ചറിൽ ഒരു ഓഡിറ്റ് വന്നാൽ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നതിന്റെ പ്രൂഫ് ചോദിച്ചാൽ കാണിക്കാൻ പറ്റണം. എന്തെങ്കിലും ഒരു നിയമത്തിനെതിരെ അല്ലെങ്കിൽ നിയമ നടപടി വന്നു, നമുക്ക് അതിന്റെ പ്രൂഫ് കാണിക്കാൻ പറ്റണം, എവിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ റെക്കോർഡ്സ് എന്ത് ചെയ്യേണ്ടത്, പ്രോപ്പർലി മാനേജ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. കീ ഫാക്ടേഴ്സ് ഇൻ റെക്കോർഡ് മാനേജ്മെന്റ് പോളിസി. ലീഗൽ റിട്ടൻഷൻ റിക്വയർമെന്റ് ഒന്നുമില്ല. ഫെഡറൽ, സ്റ്റേറ്റ്, ലോക്കൽ ലോ, നമ്മളെ നാട്ടിലുള്ള നിയമങ്ങൾ പറയുന്നത് എന്താണോ മിനിമം അത്രയെങ്കിലും എന്ത് ചെയ്യണം, നമ്മളെ ഡോക്യുമെന്റ്സ് റിട്ടൈൻ ചെയ്ത് വെക്കണം. ഇപ്പം ഏകദേശം ഒരു 5 ഇയർ നിയമം പറയുന്നുണ്ടെങ്കിൽ 5 വർഷം നമ്മൾ വെക്കണം. നിയമമായിട്ട് ചെയ്യാൻ പാടുള്ളതാണ്. ചെയ്തില്ല എങ്കിൽ നമ്മൾ നിയമത്തിന് ഓപ്പോസിറ്റ് ചെയ്യുന്നു, അതിന് ഫൈന് കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ അല്ലേ? ഇനിയിപ്പം മിനിമം റിട്ടൻഷൻ പീരീഡ് ആർ ലീഗൽ റിക്വയർമെന്റ്സ്. ഞാൻ പറഞ്ഞു നിയമപരമായിട്ട് വെക്കേണ്ടതാണ് മിനിമം. പക്ഷേ എന്നും പറഞ്ഞ് ഇപ്പൊ 5 വർഷമായിരുന്നു, 5 വർഷം കഴിയുമ്പോഴത്തേക്കും കളയാൻ പാടുന്നതല്ല. ബട്ട് റെക്കോർഡ്സ് മേ ബി കെപ്റ്റ് ലോങ്ങർ ഫോർ ബിസിനസ് ഓർ ഓഡിറ്റ് നീഡ്സ്. നമുക്ക് ഓഡിറ്റ് ആവശ്യം അല്ലെങ്കിൽ ബിസിനസ്സിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ പോളിസി പ്രകാരം എന്തായിരിക്കണം, അത് പ്രോപ്പർലി പറയണം. 5 വർഷം പോരാ, നിയമപ്രകാരമുള്ള 5 വർഷം പോരാ, അതിലും കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയണം. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ഹോൾഡ് ചെയ്യുകയും വേണം. ഓക്കെ അല്ലേ? പ്രോപ്പർലി അവിടെ വെച്ചെന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ടാവണം, അല്ലാതെ തോന്നിയെടുത്തുകൊണ്ട് വെക്കാൻ പാടില്ല. അതാണ് ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണിത്. ഓക്കെ, ഇനി ഇതിന് സർബെയിൻസ് ഓക്സിലി ആക്ട്, നമ്മൾ ഇന്റേണൽ കൺട്രോളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, SOS ആക്ട് കാര്യങ്ങളൊക്കെ. അത് ഈ റെക്കോർഡ്സ് മാനേജ്മെന്റിൽ 2 സെക്ഷൻ നമുക്ക് പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൊഹിബിറ്റ് ഡിസ്ട്രോയിങ് ഓർ ഓൾട്ടറിങ് റെക്കോർഡ്സ് ടു ഒബ്സ്ട്രക്ട് ഇൻവെസ്റ്റിഗേഷൻ. എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നതിനൊക്കെ മുമ്പായിട്ട് ഒരിക്കലും ഇത് നശിപ്പിച്ച് കളയാൻ പാടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഡേറ്റാസിനെ കീപ്പ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ റെക്കോർഡ്സിനെ കീപ്പ് ചെയ്തിരിക്കണം. അക്കൗണ്ടൻസ് മസ്റ്റ് കീപ് ഓഡിറ്റ് റിവ്യൂ വർക്ക് പേർപ്പസ് ഫോർ 5 ഇയേഴ്സ്. നമ്മളെ കമ്പനിയിൽ ഓഡിറ്റ് നടന്നാൽ ഓഡിറ്റിന് റിപ്പോർട്ട് കിട്ടും, ഓഡിറ്റ് ഒപ്പീനിയൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഓഡിറ്റ് ഒപ്പീനിയൻ കിട്ടിയെന്ന് പറഞ്ഞാൽ, ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് കളയാനുള്ളതല്ല, മിനിമം 5 വർഷമെങ്കിലും കീപ്പ് ചെയ്യണം. ഇനിയിപ്പം നിയമം 5 വർഷമേ പറഞ്ഞുള്ളൂ, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്, അത് അതിലും കൂടുതൽ കീപ്പ് ചെയ്യണം. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, സെക്ഷൻ 802 പറയുന്നത്. ഇനി 1102 അല്ലെങ്കിൽ സെക്ഷൻ 1102 എന്താ പറയുന്നത്, നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാൽ അതിന് നമുക്ക് എന്താണ് പണിഷ്മെന്റ് കിട്ടും. ഓക്കെ, അത് ഫൈൻ ആവാം, ലീഗലി ചിലപ്പോൾ കമ്പനിക്ക് പ്രശ്നങ്ങൾ, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അതേപോലത്തെ രീതിയിൽ ഫൈന് കാര്യങ്ങൾ കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്ത് വെക്കാൻ പറഞ്ഞു സെക്ഷൻ 802. 1102 എന്താണ് പറയുന്നത്, അത് നശിപ്പിച്ച് കളഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, നശിപ്പിച്ച് കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ. രണ്ടും ഏകദേശം സെയിം ആണ്. ഓക്കെ അല്ലേ? സർബെയിൻസ് ഓക്സിലി നോക്കി. ഇനി സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷൻ ഒന്നുമില്ല.
റെക്കോർഡ്സ് മസ്റ്റ് ബി കെപ്റ്റ് ഫോർ ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ ഓർഗനൈസേഷൻ ക്യാൻ ബി സ്യൂഡ്. നമ്മൾ എന്തെങ്കിലും നിയമത്തിന്റെ പരിധിയിലാണ്, ഇപ്പൊ നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് എവിഡൻസ് ആയിട്ട് വേണം, അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും കളയാൻ പാടില്ല. അത് കഴിയുന്നത് വരെയെങ്കിലും മിനിമം എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ അതോറിറ്റീസ് എക്സാമിൻ ചെയ്യുന്നത് വരെയെങ്കിലും അത് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തിരിക്കണം. റെക്കോർഡ്സ് മാനേജ് ചെയ്ത് പോകണം, പ്രോപ്പർലി ഹോൾഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? കുറച്ചുകൂടെ ഉള്ളു 2 ടോപ്പിക്, 2 പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ ഈ വീഡിയോ കഴിയും. ഓക്കെ അല്ലേ? നോക്കിക്കോ. ആക്സസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്. ഇനി ഇത് ഇലക്ട്രോണിക് റെക്കോർഡാണ്. നമ്മൾ ഈ പേപ്പർ ഒന്നുമല്ല, ഡിജിറ്റലി ഉള്ള സാധനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇത് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ പോവാം. അതിന്റെ റിസ്ക് കാര്യങ്ങൾ പ്രോപ്പർലി മാനേജ് ചെയ്യണം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ നല്ല ഫോർമാറ്റ്. ഇപ്പൊ പഴയ CD ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നശിച്ചു പോവാം. അപ്പൊ അതിനെ പുതിയ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം, ഡേറ്റ ലോസ് ആവാതെ. ഇപ്പൊ പെൻഡ്രൈവിലേക്ക് മാറ്റാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യാനായിക്കോട്ടെ, നമ്മളെ ഡേറ്റാബേസിലേക്ക് മാറ്റാനായിക്കോട്ടെ, ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം, ഡേറ്റ ലോസ് ആവുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ അല്ലേ? പിന്നെന്താ, റിട്ടൻഷൻ ഓഫ് ഓൾഡ് സിസ്റ്റം ടു ആക്സസ് ഓൾഡ് റെക്കോർഡ്. നമ്മൾ ഓൾഡ് സിസ്റ്റം പ്രോപ്പർലി റീറ്റൈൻ ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ മൊത്തത്തിൽ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം മാറ്റി, ERP മാറ്റി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പഴയത് നമ്മൾ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്ത് വെച്ചിരിക്കണം. റെക്കോർഡ്സ് ഇല്ലേ, അത് പ്രശ്നമാണ്. ഇപ്പൊ റെക്കോർഡ്സ് ഉണ്ടോ ഇല്ലെന്നേ നോക്കുള്ളൂ. നമ്മളെ സിസ്റ്റം മാറ്റി എന്നൊക്കെ പറഞ്ഞൊരു തട്ടിമുട്ട് ന്യായം ഒന്നും അവിടെ പറയാൻ പറ്റില്ല. പ്രോപ്പർലി റെക്കോർഡ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി റെക്കോർഡ്സ് ഓഫ് റെക്കോർഡുകളുടെ റെക്കോർഡ് ഒന്നുമില്ല, നമുക്ക് ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു ഇൻഡെക്സ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിനൊക്കെ ഫസ്റ്റ് ഒരു ഇൻഡെക്സ് പേജ് കാണില്ലേ, അതേപോലെ ഇതിന്റെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമ്മളെ കയ്യിൽ ആക്റ്റീവ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഏതാണ്, നമ്മൾ ഏതൊക്കെയാണ് ഇന്നാക്റ്റീവ് ആക്കിയത്, നമ്മൾ കളഞ്ഞത് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു രജിസ്റ്റർ പോലെ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് പോലെ നമ്മൾ കീപ്പ് ചെയ്യണം. എന്താണ്, ഓൾ ലോഗ്സ്, നമ്മൾ പർജ് ചെയ്ത അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത എല്ലാ ഡേറ്റാസിന്റെയും അല്ലെങ്കിൽ എല്ലാ റെക്കോർഡ്സിന്റെയും ലോഗ്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അവിടെ പ്രോപ്പർലി ഉണ്ടായിരിക്കണം. ഇന്ന ഡേറ്റ കളഞ്ഞു, ഇല്ലെങ്കിൽ നമ്മൾ കളഞ്ഞ ഡേറ്റ ചിലപ്പോൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ കളഞ്ഞത് ഏതാണ്, ആക്റ്റീവ് ഏതാണെന്നുള്ള രീതിയിൽ പ്രോപ്പർലി മാർക്ക് ചെയ്യണം. ഇനി എന്താ, ഇമ്പോർട്ടൻറ്റ് റോൾ ഹാവിങ് എ പോളിസി ഈസ് നോട്ട് ഇനഫ്. ഒരു പോളിസി സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കൺസിസ്റ്റൻസിലി എന്ത് ചെയ്യണം, ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ ഒരുപാട് കാര്യം പ്ലാൻ ചെയ്യും, പക്ഷെ ഇതെല്ലാം നടക്കുന്നുണ്ടോ നമ്മൾ നോക്കില്ല. അവിടെയാണ് ആ പ്ലാനിങ് ഫെയിൽ ആവുന്നത്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ഇതെല്ലാം പ്രോപ്പർലി നടക്കുന്നുണ്ടോ ഇല്ലെന്ന് ഉറപ്പാക്കുക. ഇഫ് എ ലോ സൂട്ട് ഈസ് പെൻഡിങ് ഓർ എക്സ്പെക്ടഡ് ഓൾ റിസ്ട്രിക്ഷൻ ഓഫ് റെക്കോർഡ് മസ്റ്റ് ബി സ്റ്റോപ്പ്. ഇപ്പം എന്തെങ്കിലും ഒരു നിയമ നടപടി നടക്കുവാണ്, അല്ലെങ്കിൽ നമുക്കത് ആവശ്യമുണ്ട്, നടക്കാൻ സാധ്യതയുണ്ട്, എക്സ്പെക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന കുറെ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ അതുപോലും അവിടെ കളയാതിരിക്കുന്നതാണ് നല്ലത്. അതുകൂടി സേഫ് ആക്കി വെക്കുക, അത് കഴിയുന്നവരെങ്കിലും മിനിമം. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല പണി കിട്ടും, നല്ല ഫൈൻ കിട്ടും, ചിലപ്പോൾ ബിസിനസ് തന്നെ പൂട്ടിപ്പോകേണ്ടതായിട്ട് വരും. ഷെയർ ഹോൾഡേഴ്സും അല്ലെങ്കിൽ മുതലാളിമാരൊക്കെ ജയിലിലൊക്കെ പോകേണ്ട അവസ്ഥ വരെ വരാം. അപ്പൊ അതൊക്കെ കൊണ്ടാണ് റെക്കോർഡ്സ് പ്രോപ്പർലി എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, മാനേജ് ചെയ്യണം. ഇനി ഇതിനാരാണ് റെസ്പോൺസിബിൾ എന്ന് നമുക്ക് നോക്കാം. ആരാണ് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്, ടോപ്പ് മാനേജ്മെന്റ് ആണ് റെസ്പോൺസിബിൾ. ഇനി അതേപോലെ റെക്കോർഡ്സ് കസ്റ്റഡിയിൽ വെക്കാനായിട്ട് ആരെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പം എന്നെയാണ് ഇവിടുത്തെ ആസ്ട്രയുടെ റെക്കോർഡ്സ് പ്രോപ്പർലി വെക്കാൻ ഏൽപ്പിച്ചത്. ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് എന്തായാലും അതിന് ലൈബിൾ ആണ്, പക്ഷെ അതേപോലെ ഞാനും ആയിരിക്കും. എന്താണ്, ആരെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അതിന് ഉത്തരവാദിയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇവർ രണ്ടുപേരുമാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇനി നല്ല വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് റെക്കോർഡ് മാനേജ്മെന്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ബെനിഫിറ്റ്സ് കൂടി നമുക്ക് നോക്കാം. എന്താണ്, ലൊക്കേറ്റിംഗ് റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഈസിലി ആൻഡ് എഫിഷ്യന്റ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലാതെ കിടന്ന് തപ്പി പറക്കി നടക്കേണ്ട ആവശ്യം വരില്ല, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു നിയമ നടപടി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺസിസ്റ്റന്റ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും പോളിസീസോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പോളിസി പ്രകാരമാണ് ഇന്ന റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്തത്, ഡിസ്ട്രക്ട് ചെയ്തത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിനൊരു പ്രൂഫ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇന്ന പീരീഡ് കഴിഞ്ഞു, ഇന്ന വർഷം കഴിഞ്ഞു, സോ നമ്മൾ എന്ത് ചെയ്തു, 5 വർഷം കഴിഞ്ഞു, ഇനി നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ഒരു നിയമ നടപടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമ്മൾ പീരീഡ് കഴിഞ്ഞു, പ്രോപ്പർലി ഡിസ്ട്രക്ട് ചെയ്തു. അതിനെന്തുണ്ടായിരിക്കണം, നല്ല രീതിയിൽ പ്രോപ്പർ ഡേറ്റ്, അതിന് റെക്കോർഡ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി എന്താ, ഇൻക്രീസ് കംപ്ലൈൻസ് വിത്ത് ഫെഡറൽ സ്റ്റേറ്റ്. നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി പാലിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും നമ്മൾ നല്ല റെക്കോർഡ്സ് മാനേജ്മെന്റ് ആണെങ്കിൽ. അത് ഡിസ്ട്രക്ഷൻ ആയിക്കോട്ടെ, റെക്കോർഡ് റീറ്റെയിൻ ചെയ്യുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? 2 പോയിന്റുള്ള ക്ലാസ് കഴിഞ്ഞു, നമുക്ക് തീർക്കാം. എൻഷുവേഴ്സ് പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആൻഡ് മെയിൻറ്റെയിൻ ദർ ആക്സസിബിലിറ്റി. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. കണ്ണി കണ്ടവർ വന്നെടുത്ത് നോക്കാനോ പിടിക്കാനോ പാടില്ല. പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. അതെന്തായിരിക്കണം, ആവശ്യമുള്ളവർക്ക് അത് ആക്സസിബിളും ആയിരിക്കണം. എന്നും പറഞ്ഞ് പൂട്ടിക്കെട്ടി മൊത്തത്തിൽ വെക്കാനല്ല, ആവശ്യമുള്ളവർക്ക് അത് എടുക്കാനും പറ്റണം. ആ രീതിയിൽ പ്രൊട്ടക്റ്റും ആണ്, ആക്സസിബിളും ആയിരിക്കണം. ഓക്കെ അല്ലേ?
എൻഷുവേഴ്സ് റെക്കോർഡ് ദാറ്റ് ആർ നോ ലോങ്ങർ നീഡ് ആർ ഡിസ്ട്രോയ്ഡ് അറ്റ് റൈറ്റ് ടൈം. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ റെക്കോർഡ്സ് വെച്ചുകൊണ്ടിരിക്കുന്നതും കാര്യമില്ല, നമുക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ടൈമിൽ എന്ത് ചെയ്യണം, ഇത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന ടൈമിൽ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം, നല്ല ഡോക്യുമെന്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് മാനേജ്മെന്റ് വേണം. അപ്പോൾ റെക്കോർഡ്സ് മാനേജ്മെന്റിന് ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? കമ്പനിയിലെ ഓഡിറ്റോ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേ നമുക്ക് പ്രൂഫായിട്ട് അല്ലെ എവിഡൻസ് ആയിട്ട് കാണിക്കാനുള്ളൂ. അല്ല നമ്മൾ എന്നിട്ട് പറയുന്നതുകൊണ്ട് ഒന്നും കാര്യമില്ല, അവിടെ പ്രൂഫ് എവിഡൻസുമാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ്സ് പ്രോപ്പർലി മാനേജ് ചെയ്യണം. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത യൂണിറ്റും കഴിഞ്ഞു. നമുക്കിനി സൈബർ അറ്റാക്കും അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.